Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് 2025 MBBS NIS പ്രൈവറ്റ് സ്റ്റുഡൻസിനും യോഗ്യത. കേരള MBBS BDS NRI സീറ്റിന് ഇപ്പോൾ അപേക്ഷിക്കാം. മെയിൻ 2025 സെക്കൻഡ് സെഷൻ ഏപ്രിൽ 1 മുതൽ, എക്സാം സിറ്റി പരീക്ഷാ തീയതി മാർച്ച് 15 മുതൽ വെബ്സൈറ്റിൽ. EFLU ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഡിഗ്രി പഠനം CUET 2025 വഴി. കുസാറ്റ് എൻട്രൻസ് എക്സാം മെയ് 11-12 തീയതികളിൽ, ഓൺലൈൻ അപേക്ഷ മാർച്ച് 10 വരെ. വാർത്തകൾ വിശദമായി. പ്ലസ് 2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ പ്രൈവറ്റായി NIS പഠിച്ചവർക്കും നീറ്റ് പരീക്ഷ എഴുതുന്നതിനും MBBS പ്രവേശനത്തിനും യോഗ്യതയുണ്ട് എന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വ്യക്തമാക്കുന്നു. പ്ലസ് 2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്ക് വേണമെന്ന നിബന്ധന മൂലം സയൻസ് പഠിക്കാത്തവർക്ക് നീറ്റ് പ്രവേശനം അപ്രാപ്യമായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 2023-ൽ തന്നെ ഇതിലേതെങ്കിലും സബ്ജക്ട് പ്രൈവറ്റായി പഠിക്കുന്നവർക്കും പ്രവേശനം ലഭിച്ചിരുന്നു. കേരളത്തിൽ MBBS-ന് 12 ഗവൺമെന്റ് കോളേജുകളും സ്വകാര്യ മേഖലയിൽ 20 കോളേജുകളുമാണുള്ളത്. അതിൽ സ്വകാര്യ മേഖലയിലെ കോളേജുകളിൽ 85% സീറ്റുകളും ഏകദേശം 9 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ്. എന്നാൽ ബാക്കി 15% സീറ്റുകൾ 22 ലക്ഷം രൂപ ഫീസ് നിരക്കിൽ NRI സീറ്റുകളാണ്. വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളോ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസറോ ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷണറാണ് ഈ NRI സീറ്റുകളും മറ്റു സീറ്റുകളെ പോലെ അലോട്ട് ചെയ്ത് തരുന്നത്. സ്പോൺസറുടെ പാസ്പോർട്ട്, വിസ, NRI സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് മാർച്ച് 15-നകം cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെയിൻ സെക്കൻഡ് സെക്ഷൻ എക്സാം ഏപ്രിൽ 1 മുതൽ ഓൺലൈനായി നടക്കും. ഓൺലൈനായി അപേക്ഷിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന എക്സാം സിറ്റി ഓപ്ഷനുകളിൽ ഏതാണ് അനുവദിച്ചിരിക്കുന്നതെന്നും ഏത് ദിവസമാണ് പരീക്ഷയെന്നും മാർച്ച് 15-ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി jemain.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി EFLU ഇംഗ്ലീഷ് UG PG പഠനത്തിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിലുള്ള യൂണിവേഴ്സിറ്റി. ഇംഗ്ലീഷിനൊപ്പം വിദേശ ഭാഷകൾക്ക് മുൻതൂക്കം നൽകുന്ന ഈ സർവകലാശാലയിലെ പഠനം ഒരു വിദ്യാർത്ഥിക്ക് മികച്ച ഒരു കരിയർ വാഗ്ദാനം ചെയ്യുന്നു. മെയ് മാസത്തിൽ ഓൺലൈനായി നടക്കുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ടെസ്റ്റ് പരീക്ഷ എഴുതി ഇവിടെ പ്രവേശനം നേടാം. മാർച്ച് ആദ്യ ആഴ്ച മുതൽ cet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി cet.nta.nic.in സന്ദർശിക്കുക. CAT, കുസാറ്റ് BTech എൻട്രൻസ് എക്സാം മെയ് 11-12 തീയതികളിൽ ഓൺലൈനായി നടക്കും. അപേക്ഷ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ ഫെബ്രുവരി 6-ന് ആരംഭിക്കും. മാർച്ച് 10-നാണ് അവസാന തീയതി. വിശദാംശങ്ങളിലേക്ക്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2025 വർഷത്തെ BTech, MSc ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കുള്ള കോമൺ അഡ്മിഷൻ ടെസ്റ്റ് മെയ് 11-12 തീയതികളിൽ ഓൺലൈനായി നടത്തും. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 10 വരെ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിന് CAT 2025-ന്റെ റാങ്ക് ഉപയോഗിക്കും. BTech പ്രവേശന പരീക്ഷയിൽ ആകെ 225 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ഗണിതത്തിൽ നിന്ന് 90 ചോദ്യങ്ങളും ഫിസിക്സിൽ നിന്ന് 75 ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് 60 ചോദ്യങ്ങളും ഉണ്ടാകും. പരീക്ഷയുടെ ദൈർഘ്യം 3 മണിക്കൂറാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് ഗണിതത്തിന് കുറഞ്ഞത് 10 മാർക്കും ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ 10 മാർക്കും നേടേണ്ടതുണ്ട്. കുസാറ്റിലെ കുഞ്ഞാലി മരക്കാർ ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷിച്ചവർ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ജൂണിൽ നടത്തുന്ന പ്രവേശന പരീക്ഷ എഴുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.